ചന്ദ്ര രാവിലെ രേവതിയോട് പറയുന്നുണ്ട്, നീ കടയിൽ പോയിട്ട് കുറച്ച് ഇറച്ചി മേടിച്ചോണ്ട് വാ, ഇന്ന് ഇറച്ചി കറി വെക്കാമെന്ന് പറയുമ്പോൾ രേവതി പറയാണ്, അമ്മേ എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പൂ കൊടുക്കാൻ പോകാനുണ്ട്, സച്ചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞാൽ മതിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ നീ ഇത് ചെയ്യ്, എന്നിട്ട് നീ പോയാൽ മതി എന്ന് പറയാണ്. കൊണ്ടുവന്ന് കറിയും വെച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്താ അമ്മയും ചോദിക്കുമ്പം നീ മിണ്ടണ്ട, പറഞ്ഞുകൊണ്ട് അനുസരിച്ചാൽ മതി എന്നും പറയുന്നുണ്ട്. അങ്ങനെ രേവതി അവളുടെ പേഴ്സും ബാക്കി ആ ഫ്രിഡ്ജിൽ ഇരുന്ന് പൂവായിട്ട് പതിയെ അവൾ കാണാതെ പോകുന്നുണ്ട് കേട്ടോ. രവി പറയാണ്, മോള് പതിയെ പൂ കൊടുക്കാനുള്ളടുത്ത് പൂവും കൊടുത്തിട്ട് മാത്രം മീറ്റ് മേടിക്കാൻ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അച്ഛനൊന്ന് വാങ്ങിച്ചോണ്ട് വരാവോ, ഞാൻ ആ വഴി പൂ മേടിക്കാൻ പോകാമല്ലോ എന്ന് പറയുമ്പം, അയ്യോ മോളെ ഞാൻ പറഞ്ഞില്ലേ ആ സ്കൂളിലെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയിട്ടുണ്ടെന്ന്, അവിടെ ഇപ്പോൾ രാവിലെ തന്നെ എനിക്ക് പോകണം, അതുകൊണ്ടാണ് മോളെ, അല്ലെങ്കിൽ അച്ഛൻ മേടിക്കത്തില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അറിയാം അച്ഛാ, സാരമില്ല ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഞാൻ വൈകിട്ട് തന്നെ വരുവുള്ളൂ, അതുകൊണ്ടാണ് മോളെ എന്ന് പറയുമ്പം സാറില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. രവിക്കാണെങ്കിൽ അവിടെ ഒരു സ്കൂളിൽ പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ സെക്യൂരിറ്റി പോലൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രവി ആണെങ്കിൽ അങ്ങോട്ട് പോകാൻ തയ്യാറാവുമായിരിക്കും. രേവതി അങ്ങനെ നേരെ പൂ കൊടുക്കാനുള്ളതെല്ലാം തന്നെ പൂ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ ഇറച്ചിക്കടയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറച്ചിക്കട ചെന്നിട്ട്, ചേട്ടാ 2 കിലോ ബീഫ് വേണമെന്ന് പറയാണ്. ഇപ്പം തന്നെ തരാൻ മോളെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വെട്ടുന്നുണ്ട്. ഈ ശബ്ദം നല്ല കേട്ട് പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മുഖത്തോട് നോക്കുമ്പം അവിടെ നിൽക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനായ ബീരാനാണ്. ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് ചോദിക്കാണ്. ഏത് ശ്രുതി, എവിടുത്തെ ശ്രുതി എന്നും ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ബീരാനാണെങ്കിൽ പുറകോട്ട് പോവാണ് കേട്ടോ. അയ്യോ നിന്നെ നിങ്ങൾ ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് ചോദിക്കാണ്. നിങ്ങൾക്ക് എന്താ പറ്റിയത് പെണ്ണുമ്പിള്ളേ, ഞാൻ ബീരാനാണ്, ബീരാൻ എന്നും പറഞ്ഞിട്ട് പുറകോട്ട് പോയിട്ട് ആ കളിലെ മറ്റൊരു സ്റ്റാഫിനെ പെട്ടെന്ന് മുമ്പോട്ട് ചെന്നിട്ട് എങ്ങനെയും മാനേജ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ആണെങ്കിൽ കടയുടെ പിന്നിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും, എന്താ ചേച്ചി എന്താ വേണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഫ്രണ്ടിലേക്ക് വേറെ പയ്യൻ വരികയാണ്. അല്ല ഇപ്പം ഇവിടുന്ന് പോയത് ആരാന്ന് ചോദിക്കുമ്പം, അത് പിന്നെ ഞങ്ങളുടെ ബീരാനിക്കാണ്, ഈ ഇറച്ചിക്കടയുടെ മുതലാളിയാണെന്ന് പറയുന്നുണ്ട്. അല്ല നിങ്ങളിത് എടുത്തു വെക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് രേവതി ആണെങ്കിൽ അയാളുടെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ. രേവതി വരുന്നതും കണ്ടിട്ട് അയാൾ ഒരു കടയുടെ പുറകിൽ പോയി ഒളിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി ആകെപ്പാടെ പ്രശ്നമായി, ആ രേവതി ഉണ്ടല്ലോ എന്നെ കണ്ടു, എന്റെ പിന്നാലെ വരികയാണ്. താനിപ്പോൾ എവിടെയാ? ഞാൻ ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടായിരുന്നു, അവിടെ വന്നിട്ട് ഇറച്ചി ചോദിച്ചതാ, ദേ ഇപ്പം എന്നെ പിടികൂടും, എന്റെ പിന്നാലെ തന്നെ ഉണ്ട്, തന്നെ കണ്ടു എന്ന് ചോദിക്കുമ്പം പിന്നെ എന്നെ കാണാണ്ടിരിക്കോ? ചേട്ടാ 1 കിലോ ഇറച്ചി എന്നും പറഞ്ഞിട്ടാ അവളെന്റെ മുഖത്തോട്ട് നോക്കിയത്. നിങ്ങൾ ശ്രുതി ഇളയച്ചനെല്ലാം ചോദിച്ചുകൊണ്ട് എന്റെ പിന്നാലെ തന്നെ വരികയാണെന്ന് പറയുന്നുണ്ട്. എന്റെ ഈശ്വര, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? അത് പിന്നെ എനിക്ക് എന്റെ ജോലി ചെയ്യേണ്ട മോളെ, എപ്പോഴും പേടിച്ച് ഇളയച്ചനായിട്ട് നടക്കാൻ പറ്റുമോ? കോട്ട് സൂട്ടിട്ടുണ്ട് ഇറച്ചിക്കട നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. നിങ്ങൾ എന്തായാലും എന്റെ ജീവിതം കുളമാക്കുമോ എന്ന് ചോദിക്കാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാണ്. നിങ്ങൾ ഓടി എൻ്റെ വീട്ടിലേക്ക് വാ, എൻ്റെ കൂട്ടുകാരുടെ വീടുണ്ടല്ലോ അങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നുണ്ട്. ഇവനങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടിയിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. രേവതി ആണെങ്കിലും ഇവനിങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്. പതിയെ അവിടുന്ന് സ്കൂട്ടിയുമായിട്ട് രേവതിയും പിന്നാലെ തന്നെ പോവാൻ കേട്ടോ. ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും അയാളെ കാണുന്നില്ല. അവിടെ ആകെപ്പാടെ നമ്മുടെ രേവതി അരിച്ചു വെറുക്കുന്നുണ്ട്. ഇതുവഴിയാണല്ലോ അയാൾ വന്നത്, എന്നിട്ട് എതിലേ പോയി എന്നും ആലോചിച്ചുകൊണ്ട് രേവതി വീണ്ടും അവരെല്ലാം തപ്പി നടക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനെ, അതായത് നമ്മുടെ ബീരാനിക്കാനെ കാണുന്നില്ല. ബീരാൻ നേരെ ആ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങോട്ടേക്ക് ശ്രുതിയും വരാണ്. താൻ എന്ത് പണിയാ കാണിച്ചത്? എന്റെ ജീവിതം നശിപ്പിക്കോ? എന്റെ ശ്രുതി മോളെ, എന്റെ ഉപജീവന മാർഗമാണ് ആ കട. എല്ലാ ദിവസവും അതിന് കിട്ടുന്ന വരുമാനം താൻ തരികയാണെങ്കിലേ 24 മണിക്കൂറും 30 ദിവസവും ഞാനൊരു ഇളയച്ചനായിട്ട് അഭിനയിച്ചോളാം, അല്ലാതെ മോള് തുച്ഛമായ പൈസയ്ക്ക് മോള് പറയുമ്പോഴല്ലേ ഒന്ന് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാണ്. ഇനിയിപ്പൊ എന്താ ചെയ്യാ, ആ രേവതി അങ്ങനെ കണ്ടുപിടിച്ചാലോ എന്ന് ചോദിക്കാണ്. ഇല്ല മോളെ, ഒരു രക്ഷയില്ല. ഒരു 3 കൂടി മുക്കെത്തിയപ്പോഴേ ഞാനവിടെ നിന്ന് ഒറ്റ ആട്ടായിരുന്നു, പിന്നെ ഇങ്ങോട്ടേക്കാ വന്നത്, അവൾ എന്നെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ ശ്രുതിയുടെ വീട് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ അയാളുടെ പുറകെ കുറച്ച് നേരം ഓടിയായിരുന്നല്ലോ, ഒരുപാട് ടയേർഡ് ആവുന്നുണ്ട്. അപ്പൊ ശ്രുതിയുടെ ഫ്രണ്ടിന്റെ വീടാണല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം മേടിച്ച് കുടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്ന് രേവതി കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ജനലിൽ കൂടി ഇത് ആരാണെന്ന് നോക്കുമ്പോഴേക്കും ഇവർ ഞെട്ടിപ്പോകുന്നുണ്ട്. അത് രേവതിയാണെന്ന് കണ്ടുകൊണ്ട് ശ്രുതി കൂട്ടുകാരോട് പറയാണ്, എന്റെ ഈശ്വര എല്ലാം തീർന്നു, അത് രേവതിയാണെന്ന് പറയാണ്. താന അടുക്കള വാതിൽ കൂടി പുറകോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അയ്യോ ഞാൻ പോവാനോ, എന്റെ ചെരുപ്പ് ഫ്രണ്ടിൽ നിന്ന് പറയുമ്പം ഈയിടയിലും താൻ ഇത് തന്നെ പറഞ്ഞോണ്ടാ നിന്നത്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടോ എന്നും പറഞ്ഞിട്ട് പുറകോട്ട് ഇറക്കി വിടുകയാണ്. അങ്ങനെ പതിയെ
ഈ ശ്രുതിയാണെങ്കിൽ അയാളെ പുറകോട്ടും ആക്കുന്നുണ്ട്, ഫ്രണ്ടിൽ വന്ന് ഡോറും തുറക്കുന്നുണ്ട്. ശ്രുതി ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് പാർലറിലേക്ക് പോയില്ലേ? ഇല്ല രേവതി, ഞാൻ പാർലറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാ, ഇവിടെ അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട്. എന്താ രേവതി ഇവിടെയും ചോദിക്കുമ്പം, അല്ല ഞാൻ ഇറച്ചി മേടിക്കാൻ പോയതാ ശ്രുതി, പക്ഷെ ശ്രുതിയുടെ ഇളയച്ചിനെ പോലെ എൻ്റെ ആളെ അവിടെ ഞാൻ കണ്ടു. എന്റെ ഇളയച്ചിനോ? ഇളയച്ചിൻ ഇപ്പൊ മലേഷ്യയിലുള്ളത്, പിന്നെ എങ്ങനാ ഇളയച്ചിൻ ഇവിടെ കാണുന്നേ? അതാ ശ്രുതി എനിക്കിന്ന് മനസ്സിലാവാഞ്ഞത്, ഞാൻ ആകപ്പാടെ കൺഫ്യൂഷനായി. അയാളുടെ പിന്നാലെ കുറെ ഓടിയപ്പോൾ ഒരുപാട് ടയേർഡായി. ഇവിടെ നോക്കിയപ്പോ ശ്രുതിയുടെ ഫ്രണ്ടിന് വീടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് വന്നാന്ന് പറയുന്നുണ്ട്. ആണോ? എങ്കില് ഇങ്ങോട്ട് അകത്തേക്ക് കയറിയിരിക്കുക, വാതിക്ക് നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. വാതിക്കിലേക്ക് കയറാൻ പോയപ്പോഴേക്കും രേവതി പറയാണ്, ഈ ചെരുപ്പ് ഇവിടെ നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ എന്ന് പറയുമ്പം, എവിടെ കണ്ടുപരിചയമാ? ഇത് ഇവിടെ വന്നിട്ട് പോയ ഒരാളുടെ ചെരുപ്പാ. ആര് ആര് വന്നിട്ട് പോയി? അപ്പോഴേക്കും ശ്രുതി പപ്പ വെക്കുന്ന കാണുമ്പോഴേക്കും ആ കൂട്ടുകാർ പറയുന്നുണ്ട്, ഇതേ അടുത്തൊരു വീട്ടിലെ അങ്കിളിന്റെ ചെരുപ്പാ, ആ ചേച്ചി ഇന്നലെ വന്നപ്പം ചെരുപ്പ് മാറിയിട്ടുണ്ട് വന്നതാ, അങ്ങനെ പിന്നെ ഇവിടെ തന്നെ മറന്നിട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കൂടെ പതിയെ വന്ന് ആ ബീരനാണെങ്കിൽ ആ ചെരുപ്പ് എടുത്തോണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഇപ്പൊ അവിടെ ആരെ പോയതല്ലോ തോന്നിയില്ലേ എന്ന് രേവതി ചോദിക്കുമ്പം, ആര് പോവാനാ, അടുത്തൊക്കെ വീടൊക്കെ ഉള്ളതല്ലേ രേവതി, ഒരുപാട് കുട്ടികളൊക്കെ നടക്കുന്ന ഇതിലേക്കൂടെ, അതിലെ ആരെങ്കിലും വന്നായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ വെള്ളം കുടിച്ചിട്ട്, എന്നാൽ ശരി ശ്രുതി ഞാൻ പോവാണ്, ഇറച്ചി മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാന് അമ്മ പറഞ്ഞിട്ട് ഞാൻ വന്നാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ബീരാന്റെ ഫോണിൽ നിന്നും അല്ല കേട്ടോ സോറി, അങ്ങനെ നമ്മുടെ രേവതി അവിടുന്ന് നേരെ താഴെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ ചെരുപ്പ് കാണുന്നില്ല കേട്ടോ. രേവതി ഇറക്കാണ്, ഈ ചെരുപ്പ് അകത്തേക്ക് കയറിയപ്പോൾ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എവിടെ പോയി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൾ താഴേക്ക് ഇറങ്ങി വന്ന് അവളുടെ സ്കൂട്ടറിൽ കയറി വീണ്ടും തിരിച്ച് ആ ഇറച്ചിക്കടയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇറച്ചിക്കടയിലേക്ക് ചെന്നതിന് ശേഷം അവിടുന്ന് ഇറച്ചി മേടിച്ച് തിരികെ വരുമ്പോഴാണ് കേട്ടോ വലിയൊരു സംഭവം കാണുന്നത്. നമ്മുടെ ബീരാനിക്കാടെ കടയുടെ സൈഡിലായിട്ട് ബീരാനിക്കാടെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടാണല്ലോ അദ്ദേഹം ആ ഒരു കടയുടെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്, ബീരാന്റെ ഇറച്ചിക്കട എന്ന്. അപ്പൊ അത് കൃത്യമായിട്ട് അവിടെയുണ്ട്. ഇത് കാണുന്ന നമ്മുടെ രേവതിക്ക് അതൊരു ഷോക്കാട്ടോ. രേവതി ആണെങ്കിൽ ആ ഒരു കടയുടെ പിക്ചർ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് നേരെ പോയിട്ട് അവള് നേരെ വീട്ടിലേക്കല്ലേ പോകുന്നത്, കാറ് നിർത്തിയിരിക്കുന്ന നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ അവിടെ ചെന്നിട്ട് ടാക്സി സ്റ്റാൻഡിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് സച്ചിനെ വിളിക്കുന്നുണ്ട്. സച്ചിയേട്ടാ അത്യാവശ്യം ഒരു കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് നീ കൊണ്ടുവരാണ്. എന്താ രേവതി, ഓട്ടത്തിന്റെ സമയമാണ്, എന്താ കാര്യം എന്ന് പറയാന്ന് പറയുന്നുണ്ട്. അമ്മ പറഞ്ഞിട്ട് ഞാൻ ഇറച്ചി വാങ്ങിക്കാൻ പോയതായിരുന്നു. നീയോ? നിനക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? ഞാൻ പോയി വാങ്ങുമായിരുന്നല്ലോ. നിങ്ങളുടെ അമ്മയ്ക്കിന്ന് ഞാൻ തന്നെ പോണം നിർബന്ധം, പൂ കൊടുക്കാതിരിക്കാനുള്ള അടവൊക്കെയായിരുന്നു, പക്ഷെ ഞാൻ പൂ കൊടുത്തിട്ട് തന്നെയാ പോയതെന്ന് പറയുന്നുണ്ട്. അതല്ല സച്ചിയുടെ കാര്യം, പിന്നെ എന്താണ് എന്ന് ചോദിക്കാണ്. അതെ, ഞാൻ ആ ഇറച്ചികളിൽ ചെന്നപ്പോഴേക്കും അവിടെ നമ്മുടെ ശ്രുതി ഇളയച്ചനെ കണ്ടു. പുള്ളിക്കാരൻ മലേഷ്യയിൽ നിന്ന് വന്നോ? മലേഷ്യനല്ല, അവൾ ആ ഇറച്ചിക്കട നടത്തുന്നത് തന്നെ അയാളെപ്പോലെ ഒരാളോ? അതെ, അയാളുടെ പേര് ബീരാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാളുടെ ഇറച്ചിക്കടയുടെ ഫോട്ടോയും ഞാൻ എടുത്തു വന്നിട്ടുണ്ട്, ദാ ഇങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കാണ്. ഇത് കണ്ടോ, ബീരാന്റെ ഇറച്ചിക്കട എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു പേര്. ആ ഫോട്ടോ നോക്കിയേ, സുധീര ഇളയച്ചനെ പോലെ തന്നെയില്ലേ? ശരിയാണല്ലോ, ഇത് അയാളെപ്പോലെ തന്നെയുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അത് കാണിക്കാനാ ഞാൻ കൊണ്ടുവന്നെന്ന് പറയാണ്. ഇനി സുധീര ഇളയച്ചെന്ന് പറഞ്ഞ ആള് ഇറച്ചിവെട്ടുകാരൻ വല്ല ആണോ? ശ്രുതി പക്ക ഫ്രോഡാണേ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും എനിക്കറിയില്ല സച്ചിയേട്ടാ, എന്നാലും കണ്ടത് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചതേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ സച്ചിയോട് അമ്മ ചോദിക്കാണ്, എന്താടാ നിനക്ക് നോട്ടമൊന്നും ഇല്ലേ? അല്ല അമ്മേനെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിക്കാൻ വേണ്ടി ഞാൻ വന്നതാ, ഓട്ടോ ഒക്കെ ക്യാൻസൽ ആക്കിക്കൊണ്ട്. എന്താണാവോ ഇത്ര പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും ദാ അമ്മ ഈ ഫോട്ടോ കണ്ടോ എന്നും പറഞ്ഞ് കാണിക്കാണ്. ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ബീരാനിക്ക എന്ന് പറയാണ്. ബീരാനിക്കായോ? ഇത് നമ്മുടെ ശ്രുതി ഇളയച്ചനല്ലേ, മലേഷ്യക്കാരൻ ഇളയച്ചൻ. അത് തന്നെയാണ് അമ്മേ ട്വിസ്റ്റ്. ഇന്നമ്മ രേവതിനെ ഇറച്ചി വാങ്ങിക്കാൻ പറഞ്ഞിട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതി ബാക്കി പറയാന്ന് പറയുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് ഇറച്ചി ചോദിച്ചപ്പോ ഇയാളാണ് ഇന്ന് ഇറച്ചി വെട്ടിക്കൊണ്ടിരുന്നത്. എന്നെ കാണുന്നുടനെ ഇറങ്ങി ഓടിയമ്മേ. ഞാൻ പിന്നാലെ ഫോളോ ചെയ്തെങ്കിലും പിടിക്കാൻ പറ്റിയില്ല. തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ഇയാളുടെ ഈ പോസ്റ്റർ കണ്ടത്. ബീരാനിക്കാട് ഇറച്ചിക്കടന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റർ കണ്ടപാടെ ഞാൻ ഫോട്ടോ എടുത്തോണ്ട് വരുമായിരുന്നു എന്നും രേവതി പറയുന്നുണ്ട്. ഇത് കണ്ട് ഒന്ന് ഞെട്ടി നിൽക്കാണ് നമ്മുടെ ചന്ദ്ര. അങ്ങനെ ചന്ദ്ര വിളിച്ചിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വാ എന്ന് പറയുമ്പം, അയ്യോ ആന്റി ഇവിടെ തിരക്കുള്ള സമയമാണെന്ന് പറയുമ്പോഴേക്കും ശരി 4 മണിയാകുമ്പം ഇവിടെ എത്തിയേക്കണമെന്ന് പറയുന്നുണ്ട്. വർഷനെ ശ്രീകാന്തിനെയും അതുപോലെ രവിയെയും വിളിക്കാണ്. അപ്പോഴേക്കും
നമ്മുടെ സച്ചി പറയുന്നുണ്ട് എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട്, ഞാൻ പോയിട്ട് 4 മണിക്ക് വരാം, എല്ലാം റെഡിയായിട്ടിരിക്കുന്നു പറയാണ്. രേവതി ആണെങ്കിൽ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് കറി വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ആകെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് പല പല സംഭവങ്ങൾ ഓർത്ത് നോക്കുന്നുണ്ട്. വെട്ടുന്ന തുണ്ടനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബീരാനിക്കാർക്ക് എപ്പോഴും ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഒരു കാര്യമൊക്കെ ഓർത്ത് നോക്കാണ് വീണ്ടും വീണ്ടും ഈ ഫോട്ടോയിലേക്കും സൂക്ഷിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആപ്പഴ ഔട്ടടിച്ച് നിൽക്കുകയാണ് ചന്ദ്ര. അങ്ങനെ 4 മണിയാകുന്നു കേട്ടോ. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാളിൽ കൂടി നിൽക്കുകയാണ്. രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ നീ എന്തിനാ വരാൻ പറഞ്ഞത്? അതൊക്കെയുണ്ട്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കാണ്, എന്താ ആന്റി ഇതിനെ വരാൻ പറഞ്ഞെന്ന് ചോദിക്കാണ്. അല്ല നിന്റെ ഇളയച്ചൻ എവിടാന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ ഇളയച്ചനോ? ഇളയച്ചൻ തിരിച്ച് മലേഷ്യക്ക് പോയല്ലോ എന്ന് പറയുമ്പം ആണോ, നിന്റെ ഇളയച്ചനെ ഒന്ന് വീഡിയോ കോൾ വിളിക്കുന്നു പറയുന്നുണ്ട്. വീഡിയോ കോൾ വിളിക്കാനോ? എന്തിനാ ആന്റി ഇപ്പോ എന്ന് ചോദിക്കുമ്പം അല്ല ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ടേക്ക് ചെയ്യെന്ന് പറയുന്നുണ്ട്. ശരി ആന്റി എന്ന് പറഞ്ഞിട്ട് ശ്രുതി വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഫോൺ എടുക്കുന്നത് നമ്മുടെ ബീരാനിക്ക ഇളയച്ചനായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയായിട്ട് നിൽക്കായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ മലേഷ്യയുടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു വാൾപേപ്പറൊക്കെ വെക്കുമല്ലോ, അങ്ങനെയൊക്കെ സെറ്റാക്കിക്കൊണ്ട് അയാളവിടെ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. ആഹാ ശ്രുതി മോളെ, എന്താ ഈ നേരത്തെ വിളിച്ചത്? അങ്കിൾ ഇവിടെ ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താ മോളെ ചോദിക്കുന്നുണ്ട്. ഇല്ല ഒന്നുമില്ല അങ്കിളെ, അല്ല ആന്റിക്ക് എന്തൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് വിളിച്ചാന്ന് പറയുന്നുണ്ട്. ചന്ദ്ര ആ ഫോൺ മേടിക്കുമ്പോൾ ഞെട്ടിപ്പോന്നുണ്ട്. രേവതി സച്ചിക്കും അങ്ങനെ തന്നെ കേട്ടോ. അയാള് ശരിക്കും മലേഷ്യക്കാരൻ ഇളയച്ചനായിട്ട് തന്നെ റെഡിയായിട്ട് നിൽക്കുകയാണല്ലോ. ഹായ് ചന്ദ്ര, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പം ഒന്നുമില്ല, മലേഷ്യയിൽ ഞങ്ങളുടെ സുഖമാണെന്ന് ചോദിക്കാണ്. ഞാൻ അത്യാവശ്യമായിട്ടൊരു ബിസിനസ് മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ടാ ഞാനിപ്പോൾ ബിസി ആയിരുന്നു, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാണ്. അത്യാവശ്യം ഒന്നുമില്ലെന്ന് പറയുമ്പം അതെ പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പം എനിക്ക് ഗിഫ്റ്റോ എന്താന്ന് ചോദിക്കാണ്. അത് പിന്നെ മലേഷ്യയിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകത സാരിയാ, ഇവിടെ അതിന് 40,000 രൂപ വിലയാ, അത്രയ്ക്കും വില കൂടി ഒരു സാരിയാ. ആ സാരി കണ്ടപ്പോഴേ ഞാൻ എൻ്റെ ശ്രുതിമോക്കെന്നാ ആദ്യം ഓർത്തത്, പിന്നെ ഓർത്തത് എന്നെ ശ്രുതിമോളെ സ്വന്തം അമ്മയെ പോലെ ഇത്രയും കെയർ ചെയ്ത് നോക്കുന്ന നിങ്ങൾക്കാണത് അർഹതപ്പെട്ടതെന്ന്, അതുകൊണ്ടേ ഞാൻ അവിടുന്ന് കൊറിയർ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അയ്യോ ആണോ എന്നും പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞ് സന്തോഷത്തിൽ തുള്ളിച്ചാണ് ചന്ദ്ര. എന്നാ ശരി ഞാൻ വെക്കാണ്, എനിക്കിവിടെ കുറച്ച് ബിസിയാണ് എന്നും പറഞ്ഞിട്ട് അയാൾ കോൾ കട്ടാക്കുന്നുണ്ട്. എന്താ ആന്റി എന്താ കാര്യം, ഇപ്പഴെന്താ അങ്ങളെ വിളിക്കാൻ പറയാൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, എന്റെ മോളെ ഇവിടെ 2 അസ്വത്തുക്കളുണ്ടല്ലോ, 2 കാരണമാണ് ഞാനിപ്പോ വിളിക്കേണ്ടി വന്നത്. എന്താ ആന്റി എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. ദേ ഈ നിൽക്കുന്ന ഇവളുവനുണ്ടല്ലോ, ഇവര് പറയാണ് നിന്റെ മലേഷ്യൻ ഇളയച്ചന് ഇറച്ചിക്കട നടത്താന്ന്. ഇറച്ചിക്കടയോ? എന്തൊക്കെയാ പറയുന്നേ? അല്ല രേവതി, നീ ഉച്ചയ്ക്ക് വന്നപ്പോഴും അങ്ങനെ എന്താ പറഞ്ഞിരുന്നല്ലോ, ആരെയോ കണ്ടിരുന്നോ ഇറച്ചിക്കട നടത്താണെന്നൊക്കെ. എന്താ ഇവിടെ നിന്ന് ആന്റിയോടും പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കാണോ? എന്റെ ശ്രുതി, ഞാൻ വഴക്കുണ്ടാക്കാൻ നോക്കിയൊന്നുമല്ല, നീ ഫോട്ടോ കണ്ടോ? നീ പറഞ്ഞതിന്റെ ഇളയച്ചപ്പോൾ തന്നെ അതേ സാദൃശ്യമുള്ള ഒരാളാണ് ഈ ബീരാൻ എന്ന് പറഞ്ഞ ആള്. ഈ ബീരാന് ഒരു ഇറച്ചിക്കടയാണ്, അയാളുടെ ഫോട്ടോ കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കുമ്പം ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തും വർഷയൊക്കെ നോക്കിയിട്ട് അയ്യോ ഇത് ഇളയച്ചപ്പോൾ തന്നെ ഇരിക്കുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. രവി ആണെങ്കിൽ കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാളും നോക്കിയിട്ട് അയാളും പറയാണ്, ശരിയാണല്ലോ ശ്രുതി ഇളയച്ചപ്പോൾ തന്നെ ഇരിക്കുന്നു. അതാണെങ്കിൽ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നോക്കിയതല്ലെന്ന് രേവതി പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, നിനക്കപ്പോ മനസ്സിലായല്ലോ, ഒരാളെ പോലെ 7 പേര് കാണും, അതിലൊരാൾ ഇതൊന്ന് കണക്കാക്കിയാൽ മതി. ശ്രുതി ഇളയച്ചനെ മലേഷ്യക്കാരൻ തന്നെയാ, അവൾ ഓരോ കണ്ടുപിടുത്തങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും പോയി ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കടി എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. സച്ചി ആണെങ്കിലും ഒന്നും മിണ്ടാതെ രേവതി പിന്നാലെ അടുക്കളയിലേക്ക് പോവാണ്. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇതിലെന്തോ ഒരു കള്ളത്തരല്ലേ? അതെനിക്ക് തോന്നി രേവതി, എന്തായാലും ഈ ബീരാൻ ആരാണെന്നും ഇളയച്ചൻ ആരാണെന്നും ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്നും സച്ചി പറയുന്നുണ്ട് കേട്ടോ. ഇവരുടെ സംസാരം ഒളിഞ്ഞെന്ന് കേട്ട് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. എന്തായാലും ഇതിന്റെ ബാക്കി സ്റ്റോറീസ് ഒക്കെ വരുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.